2020യും V4 കേരളയും OYOP പോലുള്ള സംവിധാനങ്ങളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് നാളെ ഒരുപക്ഷെ ഒരു മുന്നണിയായി മാറി കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന അനന്തപുരിയിലെ സെക്രട്ടേറിയറ്റിലെ CM-ന്റെ കസേരയിൽ ഈ മുന്നണിയിലെ നേതാവ് ഇരുന്നാൽ അതിൽ യാതൊരു സംശയം വേണ്ട. സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ, കോതമംഗലം നിയോജകമണ്ഡലത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ബിജോയ് പുളിക്കൽ അവർ, അതുപോലെ തന്നെ ആദരണീയനായ സെക്രട്ടറി ശ്രീ ബെന്നി പുതുക്കയിൽ, ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങൾ, സ്നേഹമുള്ള കവളങ്ങാട് പഞ്ചായത്തിന്റെ OYP-യുടെ പ്രവർത്തകരെ, നമ്മൾ ഇത്രയേറെ ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നത് വളരെ ചാരിതാർത്ഥ്യജനകമാണ്. കാരണം നമ്മെ സംബന്ധിച്ച് OYP എന്ന് പറയുന്നത് ഒരു പുതിയ പ്രസ്ഥാനമാണ്. അധികം കാലപ്പഴക്കമില്ലാത്ത, അല്ലെങ്കിൽ തൊട്ടടുത്ത് മാമോദിസ മുങ്ങിയ ഒരു പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ ആളുകളും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചു വരുമ്പോൾ അവിടേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ നിന്ന് മണികളെ കണ്ടെത്തി ഒരു പ്രസ്ഥാനം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു പരിപാടിയാണ്. ആ സാഹചര്യത്തിലാണ് ഒരു പഞ്ചായത്തിലൂടെ 10-20ഓളം ആളുകൾ ഒന്നിച്ചു ചേരുകയും നമ്മളിതിന്റെ പ്രവർത്തനത്തിലൂടെ തുടക്കം കുറിക്കുകയും ചെയ്യും. ഈ കവളങ്ങാട് കൂടിയിരിക്കുന്ന ഈ പ്രവർത്തക സമിതി യോഗത്തിന്റെ പേരിൽ, ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെ പേരിലും ശ്രീ ബിജോയ് പുളിക്കൽ അവർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കടന്നു വരുന്ന പ്രവർത്തന മേഖലയിൽ അദ്ദേഹത്തിന് കേരളത്തിലെ ഏറ്റവും മികച്ച നിയോജക മണ്ഡലമാക്കി മാറ്റുവാൻ കോതമംഗലത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിന് യാതൊരു സംശയമില്ല. അതിന്റെ കൂടെയുള്ള പ്രവർത്തകർ, നമുക്കറിയാം, അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് കേവലം 15 ആണ് എങ്കിൽ ഒന്നോടുകൂടി ഒന്ന് ചേർത്ത് അദ്ദേഹം ഇന്നത് ഇരട്ടി അംഗങ്ങളുള്ള വലിയൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാക്കി അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിൽ നിന്നും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് വളരെ സജീവമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുത്തു. അതോടൊപ്പം തന്നെ ജില്ലയിൽ നടന്ന നിയോജകമണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗത്തിൽ പോയി അദ്ദേഹം സംസാരിച്ചു. നമ്മുടെ ആശയങ്ങളും അതുപോലെ പ്രവർത്തനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇവിടെ പങ്കുവെച്ചിട്ട് അദ്ദേഹം അത് നമ്മളുമായി ഷെയർ ചെയ്യുകയുണ്ടായി. ഇതെല്ലാം ഒരു നേതാവിന് വേണ്ട ഗുണങ്ങളായി കാണുകയാണ്. ഒരു നേതാവ് എന്ന് പറയുന്നത് വഴി അറിയുന്നവനായിരിക്കണം, വഴി നടക്കുന്നവനായിരിക്കണം, വഴി കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം എന്നാണ് ഒരു നേതാവിനെ കുറിച്ച് പറയുക. ഈ ഗുണങ്ങളൊക്കെയും നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന് ഉണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്കുണ്ട് എന്നത് നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കും അതിന്റെ ഗുണം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ OYOP പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് വളർന്ന് പന്തലിച്ചതാണെങ്കിൽ അതിൽ നിന്നും ഒട്ടേറെ ആളുകൾ കൊഴിഞ്ഞു പോയി മറ്റു പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് ശക്തമായ നേതൃത്വത്തിൽ ഈ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന 281 നമ്പർ രജിസ്ട്രേഷൻ പെട്ടിട്ടുള്ള ഈ OYOP മൂവ്മെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടുത്തെ ഏറ്റവും വലിയ OYOP പ്രസ്ഥാനവും ഇവിടുത്തെ അതിന്റെ തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ പറയും. അത്തരത്തിലുള്ള വലിയ പ്രസ്ഥാനമായിട്ട് അതിനെ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ മാറട്ടെ, കേരളത്തിൽ വലിയൊരു ചലനം ഉണ്ടാകട്ടെ. രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് വളം വെച്ച് കൊടുക്കുന്നവർക്കും സംഘടനകൾക്കും കോർപ്പറേറ്റുകൾക്കും ഒക്കെ വലിയൊരു വെല്ലുവിളിയായിട്ട് ഈ പ്രസ്ഥാനം വളരട്ടെ എന്ന് ആദ്യമേ ഞാൻ ആശംസിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നമുക്ക് തന്നെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ആരും യോഗം വിളിച്ചു ചേർത്ത് അവരുടെ മുൻപിൽ നിന്ന് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രസംഗം കേൾക്കാൻ ഇന്ന് ആളുകൾക്ക് സമയമില്ലാത്ത കാലത്തിലൂടെ കടന്നു പോകും. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അവരുടെ വിരൽത്തുമ്പിൽ അറിയാം. വിരൽത്തുമ്പിൽ വിജ്ഞാനത്തെ പന്താടുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുകയും. അതുകൊണ്ട് OYP-യെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും 1-2 കാര്യങ്ങൾ. OYOP എന്ന് പറയുന്ന 1 ഇന്ത്യ 1 പെൻഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് എന്ന് പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പെൻഷൻ ലഭിക്കണം. അതും കുറഞ്ഞത് 10,000 രൂപയെങ്കിലും പെൻഷൻ ലഭിക്കണം എന്ന് പറയുന്ന മഹത്തായ ഒരു ആശയം കേരളത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഭാരത ജനതയുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന കേരളത്തിലെ ജനസമൂഹം അതിന്റെ പ്രവർത്തനം കോട്ടയത്ത് തുടക്കം കുറിച്ച ഒരു വലിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, 60 വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ച് ഇവിടെ കേവലം ഇന്ന് 1400 ആയിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് 1500 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അത് 1600 എല്ലാ 6 മാസം കൂടുമ്പോഴും തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ വെച്ച് കൂട്ടി കിട്ടുമായിരുന്നു. ഇന്ന് നമുക്കതില്ല. പക്ഷേ
ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് 100 രൂപയ്ക്ക് വോട്ട് വാങ്ങാൻ വേണ്ടി പെൻഷന് എന്ന് പറയുന്ന വലിയ ഇറച്ചി കഷ്ണം മറാഠി പട്ടികളുടെ മുൻപിലേക്ക് വലിച്ചിരുന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് രാഷ്ട്രീയക്കാർ വന്ന് കൈ നീട്ടുകയും വോട്ട് തരണമെന്ന് പറഞ്ഞ് കൈ നീട്ടുകയും അങ്ങനെ നമ്മൾ ഈ 60 വയസ്സ് കഴിഞ്ഞവർ അവരുടെ കുടുംബക്കാരൊക്കെ ഈ സാധനം കിട്ടിയല്ലോ, 100 രൂപ കിട്ടിയല്ലോ, 200 രൂപ കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്ത് വീണ്ടും അവരെ അധികാരത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇനി കൂട്ടി തന്നില്ലെങ്കിലോ ഞങ്ങൾ നിങ്ങൾക്കില്ല മറുപക്ഷത്തിന് എന്ന് പറഞ്ഞ് ഓരോ തവണ മാറി ഭരണം മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇവരും ഇത് തന്നെ ചെയ്യും. എത്രയോ വർഷങ്ങളായി പെൻഷൻ ആരംഭിച്ചിട്ട് എന്നിട്ട് എന്തേ നമ്മുടെ നാട്ടിൽ ഒരു 5000-ഓ 10,000-ഓ രൂപ കിട്ടാൻ ഇവിടുത്തെ ആളുകൾക്ക് സാധിച്ചില്ല. വിദേശ രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല. വിദേശ രാജ്യങ്ങളിൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പൊതുസ്വത്താണ്. രാഷ്ട്രം അവരെ സംരക്ഷിക്കും. അവർക്ക് ആപത്തും അപകടങ്ങളും വസ്ത്രവും ഭക്ഷണവും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നേടിക്കൊടുക്കാൻ ഈ പറയുന്ന രാഷ്ട്രം സന്നദ്ധമാണ്. രാഷ്ട്രത്തിന്റെ പൗരനാണ് അവൻ. കാരണം കടന്നുപോയ 60 വർഷങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ഏത് മേഖലയിലാണ് അവൻ പ്രവർത്തിച്ചത്, അവൻ രാജ്യത്തിന്റെ സ്വത്തായി രാജ്യത്തിന് സേവനം ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് രാജ്യം അവനെ സംരക്ഷിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 60 വയസ്സ് കഴിഞ്ഞവന് കുടുംബത്തിനും അവന് വേണ്ട, രാഷ്ട്രത്തിനും വേണ്ട, രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ട. ആകെ ഇലക്ഷൻ സമയത്ത് വോട്ട് കുത്താൻ വേണ്ടി കസേരയിൽ ചുമന്ന് കൊണ്ടുവന്ന് അവന് വോട്ട് കുത്തിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിൽ അനാഥാലയങ്ങളും വൃദ്ധമന്ദിരങ്ങളും ഒക്കെ പെരുകുന്നത്. അതുകൊണ്ട് ഇവിടെ 1 ഇന്ത്യ 1 പെൻഷൻ വെക്കുന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ അനാഥാലയങ്ങളും വൃദ്ധമന്ദിരങ്ങളും ഒക്കെ നിന്നു പോകും. എങ്ങനെ? 10,000 രൂപ പെൻഷൻ കൊടുത്താൽ. 10,000 രൂപ പെൻഷൻ കൊടുത്താൽ ഒരു വ്യക്തിയുടെ മാതാപിതാക്കളുടെ കാരണവന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് തന്നെ ശേഷിയാകും. അപ്പോൾ മക്കളെ ആശ്രയിക്കേണ്ട സ്ഥിതി വരില്ല. മക്കൾക്ക് കാരണവന്മാരെ ആശ്രയിക്കേണ്ട സ്ഥിതി വരില്ല. അപ്പൊ കാരണവന്മാരെ അവരെ സംരക്ഷിക്കും. അനാഥാലയങ്ങളിലേക്ക് വലിച്ചെറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷത്തിൽ അവർ മാറും. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം 10-25% ആളുകൾ കേരളത്തിൽ, ഭാരതത്തിലൊക്കെ നമ്മുടെ രാജ്യത്ത് ഈ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുണ്ട്. നമുക്കറിയാം നമ്മുടെ പ്രതിശീർഷ അല്ലെങ്കിൽ ആളോഹരി പ്രായം എന്ന് പറയുന്നത് 60 വയസ്സിനൊക്കെ മുകളിലാണ്. 70 വയസ്സിന് 80 വയസ്സ് വരെയൊക്കെ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് 60 വയസ്സ് കഴിഞ്ഞ് ജീവിതം മുന്നോട്ട് സുഗമമായി കൊണ്ടുപോകണം. മരണം വരെ സുഖമായി ജീവിക്കണം. അവനാവശ്യമുള്ള വസ്ത്രം കിട്ടണം, ഭക്ഷണം കിട്ടണം, അവനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിറവേറണം. അതിന് പണം വേണം. പണമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. നമുക്കറിയാം 60 വയസ്സ് കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ച് 55 വയസ്സാകുമ്പോൾ സർക്കാർ പറയുന്നതാണ് നമ്മൾ പെൻഷൻ പറ്റി, നീ വേണ്ട, നീ വീട്ടിൽ പോയിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അവർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ ഈ പറയുന്ന പാർട്ടിസിപ്പേറ്ററി പെൻഷൻ സമ്പ്രദായമാണ്. നമ്മൾ അങ്ങോട്ട് അടച്ചിരുന്ന പൈസ തന്നെയാണ് ഇങ്ങോട്ട് തരുന്നത്. അത് അവർ കൊടുക്കുന്നു. ഇപ്പൊ നാളെ നടക്കുന്ന ധർണയുണ്ട്. നമുക്കറിയാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഓരോ വർഷവും വെക്കും. ഒരു ഗവൺമെന്റ് വെക്കും. അത് ഇലക്ഷൻ സമയമാകുമ്പോഴേക്കും ശമ്പളം പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് അവര് മുന്നോട്ട് വന്നിട്ട് ശമ്പളം പരിഷ്കരിക്കാൻ പോകും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ എതിരല്ല. അവരവരുടെ അവകാശങ്ങൾ വാങ്ങിച്ചു. പക്ഷെ അവർക്ക് കൊടുക്കാൻ നിർബന്ധിതമാകുന്ന രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് NGO ഉണ്ട്, സംഘടനകളുടെ പ്രസ്ഥാനമുണ്ട്, അവർക്ക് സംഘ ശക്തിയുണ്ട്, അവർ ചോദിച്ചു വാങ്ങുന്നു. അതേ സംഘശക്തി നമ്മളിൽ രൂപപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുവാൻ ശേഷിയും ക്ഷേമുഷിയും സർക്കാരിനുണ്ടെങ്കിൽ അവർ കൊടുക്കട്ടെ. അത് അർഹതപ്പെട്ടവരാണെങ്കിൽ അത് വാങ്ങട്ടെ. അത് നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഇല്ലാത്ത ഒരു സർക്കാർ, നമുക്കറിയാം 3.5 ലക്ഷം കോടി രൂപ കടത്തിലാണ് കേരളം പോവുക. ഈ കേരളത്തിന്റെ അവസ്ഥ നാളെ എങ്ങോട്ട് എത്തും? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആവശ്യമില്ലാത്ത അമിതമായ ശമ്പള വർധനവ് നടപ്പാക്കിക്കൊണ്ട് കേരളത്തെ ഒരു മുഴുക്കെടിയിലേക്ക് കൊണ്ടെത്തിച്ച് വരും തലമുറയ്ക്ക് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് 1 ലക്ഷം രൂപ കടത്തിലേക്ക് വന്ന് വീഴുന്ന അവസ്ഥയാണുള്ളത്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും അവൻ 1 ലക്ഷം രൂപ കടമാണ്. അവൻ ഈ രാജ്യത്തിന് വേണ്ടി 1 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കാൻ ബാധ്യതയാണ്. നമുക്കറിയാം, നമ്മളൊരു സാധനം, എനിക്കൊരു 10 ഏക്കർ സ്ഥലമുണ്ട്, ഞാനൊരു ബാങ്കിൽ പണയം വെച്ചിട്ട് 10 ലക്ഷം രൂപ വായ്പ എടുത്തു. അതിന് 100 ലക്ഷം രൂപ വിലയുള്ളതാണെങ്കിൽ ഒരു വർഷം ഞാൻ 10 ലക്ഷം എടുത്തു. പിറ്റേ വർഷം പറയുകയാണ്, എന്റെ മോൻ പറയും ഒരു 10 ലക്ഷം കൂടെ എടുക്കുക. അവനും പറഞ്ഞു എടുത്തു. വേറൊരാൾ വെച്ച് പറഞ്ഞു 20 ലക്ഷം എടുക്കുക. അങ്ങനെ 5-8 വർഷം കൊണ്ട് ഈ സാധനത്തിന്റെ മൂല്യം മുഴുവൻ നമ്മൾ എടുത്തു തീർന്നു. ഇനി പണയ വസ്തു ഓടിയിരിക്കുന്ന അയാളുടെ കയ്യിലാണ്. ഇത് തന്നെയാണ് കേരളത്തിന്റെ അവസ്ഥ. കേരളം പണയം എടുത്തെടുത്ത് നാളെ മറ്റാരുടെയും കയ്യിലാകും. കേരളത്തെ നമ്മൾ വിൽക്കേണ്ടി വരും. 3.5 ലക്ഷം കോടി രൂപ ഓരോ സർക്കാർ കയറുമ്പോഴും 1 ലക്ഷം കോടി രൂപയോളാണ് ഈ സർക്കാരിനടുത്ത് കടമെടുത്ത് വെച്ചിരിക്കുന്നത്.
അത്ര വലിയൊരു കടക്കണിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഈ രാജ്യത്തിന്റെ ഒട്ടനവധി കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തുണ്ട്. അതൊന്നും നടപ്പാക്കാൻ ഈ സർക്കാരുകൾ മാറി മാറി വരുന്ന ഇവിടെ ഭരിക്കുന്ന മുന്നണികളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കൊടി പിടിക്കുന്ന ചെറുകിട പാർട്ടികളോ പ്രസ്ഥാനങ്ങളോ ഒന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളത്. വലിയ വലിയ കാര്യങ്ങൾ നോക്കും. അവർക്ക് പേര് കിട്ടുന്ന, കമ്മീഷൻ കിട്ടുന്ന, കാശ് കിട്ടുന്ന പ്രസ്ഥാനങ്ങൾ അവർ നോക്കുക. ഇവിടുത്തെ ജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ, ഇവിടുത്തെ ആളുകളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനോ, ഇവിടുത്തെ ആളുകളുടെ കക്കൂസില്ലായ്മ പരിഹരിക്കാനോ, ഇവിടുത്തെ ആളുകളുടെ പാർപ്പിടമില്ലായ്മ പരിഹരിക്കാനോ ഏതെങ്കിലും സർക്കാർ മുൻകൈ എടുത്തിട്ടുണ്ടോ? ഇത്ര വർഷം കൊണ്ട് ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്ന് ഒരു സർക്കാരും പറഞ്ഞിട്ടില്ല. പറയും, പ്രകടന പത്രികയിൽ പറയും, നടപ്പാക്കിയിട്ടില്ല. പാർപ്പിട പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഒട്ടനവധി കാര്യങ്ങളുണ്ട്. 50 ലക്ഷം ആളുകൾ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്ത് തൊഴിലില്ലാതെ അലയുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുക. അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളാണ്, ജോലി ചെയ്യാൻ കേൾപ്പുള്ള ആളുകളാണ്. അവര് ഇവിടെ തൊഴിലില്ലാതെ അലയുക. എന്നാൽ ഇവിടെ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുവാൻ എത്രമാത്രം പ്രസ്ഥാനങ്ങൾ നമുക്കുണ്ട്? അതൊന്നുമില്ല. വലിയ വലിയ മെട്രോ റെയിലും അല്ലെങ്കിൽ മെട്രോ സിറ്റിയും അതുമല്ലെങ്കിൽ വലിയ സ്റ്റേഡിയങ്ങളും തുറമുഖങ്ങളുമുള്ള വലിയ വലിയ കോടിക്കണക്കിന് രൂപയുടെ പ്രസ്ഥാനങ്ങൾ, അവയൊക്കെ നടപ്പാക്കി അതിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ പോവുക. ഇവിടെ രാജ്യത്തെ ആളുകൾ ഈ പട്ടിണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമ്മൾ വിമർശിച്ച് ചിന്തിക്കും. പട്ടിണിയുടെ നടുവിൽ ജീവിക്കുന്ന ആളുകൾ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ മുണ്ടു മടക്കി കുത്തി തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്ന തെരുവ് തെണ്ടികളുടെ നാടാണ് ഈ ഭാരതം എന്ന് പറയുക. അത്രത്തോളം വികൃതമാണ് നമ്മുടെ രാജ്യത്തിന്റെ പല കോർണറുകളും പല കോളനികളും പല മുഖവും പോലെയും നമ്മൾ ചെന്ന് കണ്ടിട്ടില്ല. കേരളത്തിലും ഇതേ അവസ്ഥ തന്നെയുണ്ട്, നമ്മൾ അറിയില്ലാത്തത് കൊണ്ട്. ഇവിടുത്തെ ആളുകൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമാണ്. നമുക്കൊരു പക്ഷേ ശുദ്ധമായ ഒരു ആഹാരം കിട്ടാൻ ഗവൺമെന്റ് എന്ത് സംവിധാനമാണ് ചെയ്യുക? രോഗമില്ലാത്ത ഒരു മനുഷ്യനുമില്ല ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഞാൻ 10,000 പേരുടെ ഇടയിൽ ക്ലാസ് എടുക്കുമ്പോൾ അവരോട് ഞാൻ ചോദിക്കും, നിങ്ങൾ രോഗമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താൻ പറഞ്ഞാൽ ഒരു മനുഷ്യനും കൈ ഉയർത്തില്ല. എന്നാൽ 50 വർഷങ്ങൾക്ക് മുൻപ് 25 വർഷങ്ങൾക്ക് മുൻപൊക്കെ ആരോടെങ്കിലും കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് വരെയും ജീവിതത്തിൽ മരുന്ന് കഴിച്ചിട്ടില്ലാത്തവർ, ഇന്ന് വരെയും ആശുപത്രിയിൽ കയറിയിട്ടില്ലാത്തവർ ഉണ്ട് എന്ന് ചോദിച്ചാൽ കൈ ഉയർത്താൻ ആളുണ്ടാകും. ഇന്നതില്ല. കാരണം മുഴുവൻ ആളുകളും രോഗികളായി മാറി. എങ്ങനെ? ഇവിടുത്തെ ആഹാരക്രമമാണ് വിഷമുള്ള ആഹാരം മുഴുവൻ കഴിക്കുക. ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും ശുദ്ധമായ മണ്ണും നമ്മുടെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. അത് നേടിയെടുക്കാൻ, അതാക്കി തീർക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിയുന്നില്ല. സകലതും വിഷമയമാണ്. ജനിച്ചു വീഴുന്ന നാളു മുതൽ മരിച്ചു വീഴുന്ന അവസാന ശ്വാസം വരെയും അവൻ വിഷത്തിലാണ് ജീവിക്കുക. എല്ലാ സാധനവും വിഷാംശമാണ്. കഴിക്കുന്ന സാധനങ്ങളൊക്കെയും വിഷാംശമാണ്. വിഷത്തിൽ മുക്കിയ സാധനങ്ങൾ നമ്മൾ കഴിക്കുക. ഏത് സാധനം വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, അത് വിഷാംശമാണ്. വിഷമില്ലാത്തൊരു സാധനവും നമ്മൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇനി ഭക്ഷ്യവസ്തുക്കൾ ഏതെങ്കിലും സ്വന്തമായി നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ടോ? കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയുണ്ടോ? ഉണ്ട് എന്നവർ പറയും. കേരളത്തിൽ ഏതെങ്കിലും സാധനം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും സാധനത്തിന്റെ പേര് പറയാമോ? ഭക്ഷ്യ സാധനങ്ങൾ ഒരു സാധനവും ഇല്ല. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനവും നമ്മുടെ ആവശ്യത്തിന് തികയുന്നില്ല. അതുകൊണ്ട് അന്യ സംസ്ഥാനത്ത് ഇറക്കുമതി ചെയ്യുക. നമ്മൾ നെല്ല് എന്ന് പറയുന്നത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തികയുന്നില്ല, അന്യ സംസ്ഥാനങ്ങളിൽ ഇറക്കുമതി ചെയ്യുക. നമ്മൾ ഇവിടെ ഉള്ള വെളിച്ചെണ്ണ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, കോഴിയിറച്ചി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, പോത്തിറച്ചി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, കോഴിമുട്ട ഉൽപ്പാദിപ്പിക്കുന്നില്ല, താറാവ് മുട്ട ഉൽപ്പാദിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഏതുമായിക്കൊണ്ട് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇതൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നമ്മൾ വാങ്ങുക. അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഇവിടെ വരുമ്പോൾ ഒരു ഉദാഹരണത്തിന് 1 കോടി കോഴിമുട്ടയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരിക. 1 കോടി കോഴിമുട്ട ഇവിടേക്ക് കടന്നു വന്നാൽ തമിഴ്നാടിന് 1 രൂപ വെച്ച് കിട്ടിയാൽ നിങ്ങൾ കൂട്ടി നോക്കുക. ഒരു ദിവസം 1 കോടി രൂപ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി. ഒരു ഐറ്റത്തിന്റെ ചെറിയ കാര്യം ഞാൻ പറഞ്ഞു. 1 കോടി രൂപ തമിഴ്നാട്ടിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ, പച്ചക്കറികൾ മുഴുവൻ വരുന്നു തമിഴ്നാട്ടിൽ നിന്ന്, വിഷം നിറച്ച് ഈ സാധനങ്ങൾ വരുന്നു. അപ്പൊ അവ മുഴുവനും വില പോകുന്നു അങ്ങോട്ടാണ്, അന്യ സംസ്ഥാനങ്ങളിലേക്ക്. ഇനി ബീഹാറികളും ഒറീസക്കാരും ബംഗാളികളും ഇവിടെ വന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ജോലി ചെയ്ത് അവർ കൊണ്ടുപോകുന്നു അന്യ സംസ്ഥാനത്തേക്ക്. അവരുടെ സംസ്ഥാനം വളരുകയും നമ്മുടെ സംസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ പണം ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ടാണ്, അല്ലാണ്ട് ഇവിടെയുള്ള ആളുകൾ പണിയെടുക്കുന്നുണ്ടല്ല. അങ്ങനെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുന്ന പണം ഇവിടുന്ന് ആളുകൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നു. തത്വത്തിൽ ഗുണം കിട്ടുന്നത് അന്യ സംസ്ഥാനങ്ങൾക്കാണ്. ഇവിടെ ഇത് നമ്മുടെ രാജ്യത്ത് വിനിയോഗിക്കത്തക്കുള്ള ക്രമീകരണങ്ങളില്ല. ഈ വിഷാംശം നിറഞ്ഞ സാധനങ്ങൾ മാറ്റം വരുത്താൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല. എവിടെയെങ്കിലും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയും, വീട്ടുമുറ്റത്ത് പച്ചക്കറി ഇടണം, 10 കോഴീനെ വളർത്തണം, 10 കാടേനെ വളർത്തണം, പോത്തിനെ വളർത്തണം, ആടിനെ വളർത്തണം, മുയലിനെ വളർത്തണം എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ടെങ്കിൽ പോലും ഇതിനൊന്നും നമ്മൾക്കാർക്കും നേരമില്ല, സമയമില്ല. ഇതൊക്കെ സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വിഷം നിറഞ്ഞ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം. മരുന്ന് ലോബികൾ നമ്മെ ഭരിക്കുന്നു. നമുക്ക് മരുന്നുകൾ, ആശുപത്രികൾ പെരുകുക ഒരു വിനോദാഭാസമല്ലേ? നാട്ടിൽ ആശുപത്രികൾ പെരുകിയാൽ രോഗികൾ കുറയണം, അതല്ലേ തത്വം.
ഇവിടെ സ്കൂളില്ലാത്ത അവസ്ഥയിൽ നിന്ന് സ്കൂളുകൾ ഉണ്ടായാൽ നിരക്ഷരർ ഇവിടെ ഉണ്ടാവില്ല. അതാണ് തത്വം. ഇവിടെ ആശുപത്രികൾ പെരുകുന്നു, ഒപ്പം രോഗികൾ പെരുകുന്നു, ഡോക്ടർമാർ പെരുകുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്ന കോർപ്പറേറ്റുകൾ, ഇതിനൊക്കെ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാണ്. രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. രാഷ്ട്രീയക്കാർ MLA-മാരും മന്ത്രിമാരും MP-മാരും ഒക്കെ അവരുടെ ഗുമസ്തന്മാരും രാഷ്ട്രീയ പാർട്ടികളും ഓരോ പരിപാടികൾ നടത്തുമ്പോൾ അവർക്ക് PA-മാരും വെച്ച് ഒത്തിരിയേറെ കോടികൾ അടിച്ചു മാറ്റി രാജ്യത്തെ ദുർവിനിയോഗം ചെയ്ത് വിറ്റ് കട്ടുമുടിക്കുകയും ഇവിടെയൊക്കെ നമ്മൾ മാറ്റം വരണം. അതുകൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ OYP സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചതും ഇന്ന് 2 പഞ്ചായത്ത് അധികാരത്തിലെത്തിയത്. നിസ്സാര കാര്യമല്ല. വളർന്നു വന്ന ജനിച്ചിട്ട് 1 വർഷം പോലും പ്രായമാകാത്ത ഒരു സംഘടന കേരളത്തിൽ 2 പഞ്ചായത്ത് ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. 2020 എന്ന് പറയുന്ന 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നു എന്ന് പറയുന്ന അത്ഭുതം തന്നെയാണ്. നാളെ ഒരുപക്ഷെ 2020 കേരളം ഭരിച്ചു എന്ന് പറഞ്ഞാൽ അതിന് അതിശോക്തിയില്ല. അതുകൊണ്ട് ഈ പറയുന്ന 2020യും V4 കേരളയും OYOP പോലുള്ള സംവിധാനങ്ങളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് നാളെ ഒരുപക്ഷെ ഒരു മുന്നണിയായി മാറി കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന അനന്തപുരിയിലെ സെക്രട്ടേറിയറ്റിലെ CM-ന്റെ കസേരയിൽ ഈ മുന്നണിയിലെ നേതാവ് ഇരുന്നാൽ അതിൽ യാതൊരു സംശയം വേണ്ട. അത്രത്തോളം എത്തുകയായിരിക്കണം ഈ OYP-യുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ ഇവിടെ ഭരണത്തിൽ മാറ്റം വരുത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ സാമൂഹിക പുരോഗതിയിൽ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇവിടെ 20 പേരോ 30 പേരോ കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റില്ല. കാരണം എന്താണ്? നമ്മൾ വളർന്നു വരുന്നേ ഉള്ളൂ. ഒരാളിൽ നിന്ന് ഉദിച്ചു വന്നൊരു ആശയം 5 പേർ ചേർന്ന് 10 പേർ ചേർന്ന് രൂപകൽപ്പന ചെയ്ത് അത് കോട്ടയത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ഇന്നത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ നിന്നും അത് കവളങ്ങാട് മുഴുവൻ പറന്ന് പന്തലിക്കുവാൻ അധികം ദൂരമൊന്നും വേണ്ട, അധികം സമയമൊന്നും വേണ്ട. അത് പറന്ന് പന്തലിക്കുക തന്നെ ചെയ്യും. കാരണം രാഷ്ട്രീയ പാർട്ടികളെയും അവരുടെ മുന്നണികളെയും ഒക്കെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. അവർ വന്ന് പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാറില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളിവിടെ നിലനിൽക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും 10,000 രൂപ നേടുക തന്നെ ചെയ്യും. അതിനുവേണ്ടിയുള്ള പോരാട്ടം അവസാനിപ്പിക്കുക ആ ലക്ഷ്യത്തിൽ എത്തുമ്പോൾ മാത്രമായിരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിച്ച വ്യക്തികളാണ്. അതിന്റെ ആദ്യത്തെ ലക്ഷ്യം മാത്രമാണ്. അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. അതിന്റെ ബൈലോ വായിച്ചാൽ നമുക്കറിയാൻ സാധിക്കും ഒരു രാജ്യത്തിന്റെ വികസനത്തിന് എന്തൊക്കെ ആയിരിക്കണമെന്ന് മുഴുവൻ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വളർന്നു വരുമ്പോൾ ഇതൊരു വലിയ പ്രസ്ഥാനമായി, ഒരു മഹാപ്രസ്ഥാനമായി, കേരളത്തിൽ വേരോട്ടമുള്ള, ഭാരതത്തിൽ വേരോട്ടമുള്ള വലിയൊരു പ്രസ്ഥാനമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ആദ്യകാല പ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് അഭിമാനം കൊള്ളാനായിട്ട് കഴിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളെ ഒരു മല പോലെ ചുരുണ്ടി രാഷ്ട്രീയക്കാർ തിന്നുകൊണ്ടിരിക്കുക. മനുഷ്യൻ ചെന്ന് മലയിലേക്ക്, വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന, മനുഷ്യൻ ചെന്ന് മലയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഒരു നാൾ നിന്നെ ഞാൻ സ്വന്തമാക്കും, അല്ലേ? എന്താണ്? അവരെ ചുരണ്ടി മാന്തി JCB കൊണ്ട് എടുത്തതാണ്. ആ മലയെ ഞാൻ തുറന്നു കൊണ്ടുപോയി വേറെ വിൽക്കും. ഇത് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മെ നോക്കി പറയുക. അവിടുന്ന് ഒരിക്കൽ മല നേരെ തിരിച്ചു പറഞ്ഞു, എന്താ? നല്ല വില കൊടുത്ത് ഞാൻ നിന്നെ സ്വന്തമാക്കുമെന്ന് മനുഷ്യൻ പറഞ്ഞപ്പോൾ മല തിരിച്ചു പറഞ്ഞു, ഒരു വിലയും കൊടുക്കാതെ നിന്നെ ഞാൻ സ്വന്തമാക്കും. കേവലം 6 അടി മണ്ണിന്റെ ഉള്ളിൽ ഒരു വിലയും കൊടുക്കേണ്ട ആ തീരുമാനം, ആ നിശ്ചയദാർഢ്യമാണ് ഇന്ന് OYOP എടുത്തിരിക്കുക. ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഉന്മൂലനം ചെയ്യുവാൻ തക്കവണ്ണം ശേഷിയും കരുത്തും ആൾബലവും അംഗബലവുമുള്ള വലിയൊരു പ്രസ്ഥാനമായി ഈ OYOP വളർന്നു വരണം. അതിന് പ്രവർത്തകരെല്ലാവരുടെയും സജീവമായ സാന്നിധ്യവും സജീവമായ കഴിവും പ്രാപ്തിയുമെല്ലാം അതിന് ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വലിയ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. OYOP-യുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിൽ നിന്ന് എത്രയേറെ ആളുകൾ കൊഴിഞ്ഞു പോയാലും, എത്രയേറെ ആളുകൾ അകന്നു പോയാലും, എത്രയേറെ OYOP-യുടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടായാലും അതൊക്കെ ഒരുപക്ഷെ അധികാരത്തിന് വേണ്ടിയുള്ള അപ്പക്കഷങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടി കൂടുന്നവരുടെ വെറും ഒരു ജൽപ്പനങ്ങളായിരിക്കും. അല്ലെങ്കിൽ അവർ വിഡ്ഢികളുടെ കൂടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന കാര്യം വിസ്മരിക്കേണ്ട. അവർ പോകുന്നത് എങ്ങോട്ടാണ് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും പോകുന്നവർ പോകട്ടെ. തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കുന്നവർ, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ അതിന്റെ ലക്ഷ്യം കാണുമ്പോൾ സന്തോഷിക്കാൻ, അവരുടെ മുഖത്തെ പ്രസന്നത കാണാൻ നമ്മൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഈ OYOP-യുടെ കടങ്ങാട് മണ്ഡല കൺവെൻഷന് ഞാൻ എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുകയാണ്. ഈ പഞ്ചായത്തിലെ മറ്റ് എല്ലാ വാർഡുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇത്തരത്തിൽ കൺവെൻഷൻ നടത്തിക്കൊണ്ട് നമ്മൾ ചുവടുകൾ വെക്കാം. PT ഉഷ ഫൈനലിൽ എത്തിയപ്പോൾ, അല്ലെങ്കിൽ അവസാന ലാപ്പിലേക്ക് കാലെടുത്ത് വെച്ചത് ഇവിടുന്ന് ഒറ്റച്ചാട്ടം ചാടിയിട്ടല്ല.
അവിടുത്തെ ഫസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് ഒരു സ്റ്റെപ്പ് വെച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചത്. അങ്ങനെ ഓരോ സ്റ്റെപ്പോടും മുന്നോട്ട് വെച്ച അവസാനത്തെ ഫൈനൽ റിബൺ ക്രോസ് ചെയ്തു. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുകയും ഈ സ്റ്റെപ്പ് വെച്ചത് തീർച്ചയായിട്ടും മോശമായിട്ടില്ല. ഒരു പഞ്ചായത്തിൽ ഇത്രയേറെ ആളുകളെ കൂട്ടി നമ്മുടെ നേതാക്കന്മാരും ഭാരവാഹികളും ശക്തമായ നേതൃത്വത്തിന്റെ കീഴിലൂടെ കടന്നു വന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ എല്ലാ പഞ്ചായത്തുകളും നമ്മൾ രൂപീകരിക്കും. എല്ലാ പഞ്ചായത്തുകളിലും ആയിരക്കണക്കിന് ആളുകൾക്ക് നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കും. അതിനുള്ള തീരുമാനം നമ്മൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ശക്തമായിട്ട് കേരളത്തിൽ നിന്ന് ഭാരതത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഒരു നിയോജക മണ്ഡലമായി കോതമംഗലം മാറി കോതമംഗലത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ചലനം സൃഷ്ടിക്കുവാൻ കഴിവുള്ള വ്യക്തിത്വങ്ങൾ രൂപപ്പെട്ടുകൊണ്ട് അതിനുള്ള ശക്തിയായി ഈ OYP പ്രസ്ഥാനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഭാവുകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് OYP.